ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. നമ്മുടെ സ്വന്തം തലപതി വിജയ് കുറേ കാലമായി ആ പേര് സത്യത്തിൽ ഒന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പഴയ പോലെ ഒരു പ്രതാപത്തിലേക്ക് വന്നിട്ട്, സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെയാണ് പോകുന്നത് നമുക്ക് പറയേണ്ടി വരും. സിനിമയിൽ നിന്ന് സിനിമ ഉപേക്ഷിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് പതുവെ കണ്ട് ഡൗൺ ആയി. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരാനുണ്ട്. ബട്ട് പൊതുവിൽ വിജയ് സിനിമകൾക്ക് കിട്ടുന്ന ആ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. വന്നിട്ടുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ലക്ഷ്യം കണ്ട് തന്നെ ഇറക്കാൻ പോകുന്ന ഒരു സിനിമയാണ് എന്ന രീതിയിലാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വിജയിസം നമ്മൾ ഒന്നുകൂടി അവസാനമായി ആഘോഷിക്കാൻ പോകുന്ന വിജയിസം അതിലുണ്ടാവും എന്ന രീതിയിൽ വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് 12 മണിക്ക് രാത്രി അല്ലെങ്കിൽ രാവിലെ 12 AM ഈ ദിവസം കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അവർ ഒരു അപ്ഡേറ്റ് പുറത്തു വിടുന്നുണ്ട്. ആദ്യത്തെ വീഡിയോ ആവാനാണ് സാധ്യത എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഓഫ്കോഴ്സ് ഞാനും കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് നാളെ 22-ാം തീയതി തലപതി വിജയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനു വേണ്ടി കുറെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട്. നല്ലൊരു ബർത്ത്ഡേ മാഷ്. പക്ഷേ ഒരു സംതൃപ്തി കിട്ടുന്ന സംഭവം എവിടെയും കിട്ടിയില്ല. ആൻഡ് ഞാൻ വിചാരിച്ചു, കുറേ മുമ്പ് ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ അയച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ജോമിൻ ജോസഫിന്റെ ഒരു വീഡിയോ. 4 വർഷം പോകുന്നുള്ള വീഡിയോ, 5 മില്യൺ വ്യൂ ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. 5 മിനിറ്റ് 29 സെക്കൻഡാണ് ഇതിന് ദൈർഘ്യം. ഞാൻ കരുതി ആ ഒരു പഴയ വിജയ്, ആ ഒരു പവർ, അതാണ് നമുക്ക് ആവശ്യം. സോ ഞാൻ ആ വീഡിയോ എടുത്തിട്ടത്. ലെറ്റ്സ് വാച്ച് ടുഗദർ. റെഡി. ഇപ്പം വെക്കാൻ പറഞ്ഞിട്ട് ഓക്കെ. സിൻസിയർ താങ്ക്സ് ടു വിജയ് KOPF. കോപ്പിറൈറ്റ് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. என்னடா இன்னைக்கு சத்தம் கொஞ்சம் அதிகமா இருக்கு. பின்னாடி 100 பேர் இருக்கலாம், 1000 பேர் இருக்கலாம். ஆனா ஏன் முன்னாடி ஒரே ஒருத்தன் தான். அவர் யார் தெரியுமா? He is the pride of the nation. யார் யாரு? இந்த மண்ணோட சிங்கையா. எஸ் சக்தி. தளபதி வெற்றி மேலே. நீ நினைக்கிற மாதிரி நான் போக்கிரி இல்ல. சத்யமூர்த்தி IPS. I'm a corporate criminal. உனக்கெல்லாம் போலீஸ்காரன் பத்தாதுடா. வேற 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 வேட்டக்காரன் தாண்டா வேணும். சத்யமூர்த்தி யாரு? தெரியும். சின்ன சின்ன எக்ஸ்பீரியன்ஸ் என் லைஃப்ல நடந்ததை உங்ககிட்ட ஷேர் பண்ணிக்கணும்னு ஆசைப்படுறேன். அவ்வளவுதான். ஒரு 3 ஃப்ரெண்ட்ஸ் இருந்தாங்க. அதில் ஒருத்தருக்கு மட்டும் ஒரு பெரிய ஆக்டர் ஆகணும், ஹீரோ ஆகணும் அப்படிங்கிறது ஆசை, அப்படிங்கிற கனவு, ஏக்கம் எல்லாமே மனசுக்குள்ளே இருந்துச்சு. இந்த கட்டத்தில் தான் தங்கச்சி വിധിയെന്നോ ദൈവനിശ്ചയമെന്നോ പറയാവുന്ന ഒരു വലിയ ദുരന്തം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് അയാൾ നിൽക്കേണ്ടത് ഇവിടെ ഒന്നും ആയിരുന്നില്ല. ஸோ விஜய் சாரோட சைலண்ட்டுக்கு காரணம் நம்மளுடைய சிஸ்டர் தவறுனது தான். அது ஒரு பெரிய காரணம் அப்படின்ற ஒரு விஷயம். இந்த கட்டத்தில் தான் அந்த என்னோட ஃப்ரெண்டுக்கு நடிக்கிறதுக்கு ஒரு வாய்ப்பு கிடைச்சிச்சு. நடிச்சாச்சு, படம் ரிலீஸ் ஆயாச்சு. கிளம்புங்க சொல்றேன்ல, வாங்க போ. சில பாராட்டுகள், பல விமர்சனங்கள். அவ்வளோ ஈஸியால இந்த உலகத்துல நம்மளை வாழ விட்டுற மாட்டாங்க. வேற வழியே இல்லை. அதெல்லாம் தாண்டி தான் நம்ம வந்தாகணும். இப்ப எங்க இருக்காங்க? ஆனால் அதுக்கெல்லாம் சோர்ந்து போகாம தன்னம்பிக்கையோட மறுபடியும் எழுந்துச்சு, கடுமையா உழைச்சு இன்னைக்கு நெஞ்ச தட்டி பெருமையா சொல்றேன், புரட்சி தலைவர் MGR அவர்களுக்கு அப்புறம் கதாநாயகனா ஏத்துக்கிட்ட ஒரே நடிகர், சாம்ராட் ஆஃப் சவுத் இந்தியன் பாக்ஸ் ஆபீஸ். அன்னைக்கு ஜோசஃபா இருந்த என்னோட நண்பன் 25 வருஷம் கழிச்சு விஸ்வரூபம் எடுத்து வேற ஒரு அவதாரத்துல இதோ எங்க இளவரசர் வந்துட்டாரா. எங்களை காக்க வந்த சக்தி, உங்களை அழிக்க போன சக்தி. பாத்தியா? சொல்லும் போது எவ்வளவு கர்வமா இருக்குன்னு. வேட்டை ஆரம்பமாயிடுச்சுடா. 10 நிமிஷத்துல மொத்த பேரும் வண்டியில இருக்கணும். வண்டி இந்த ஏரியா விட்டு வெளியே இருக்கணும். இதுதான் நம்ம சர்க்கார். ஆம்பளையாரனே புள்ளைய தொடுறா பாப்போம். എന്താ ക്യാരക്ടർ.
കാണാമാറുണ്ട്. என்னாச்சு? என்ன பிரச்சனை? തിയേറ്റർ ഉടമകളുടെ അസോസിയേഷൻ ഫിയോക്കിന്റെ അടിയന്തര ജനറൽ ബോഡി കൊച്ചിയിൽ ചേരുന്നു. എന്നാൽ വിജയ് ചിത്രത്തിന് വേണ്ടി തിയേറ്റർ തുറക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു. എന്നാ മാസുங்க വിജയ് തമ്പിക്ക്. തിയേറ്ററുകളെ ഇളക്കി മറിച്ച് വിജയ് ആരാധകരുടെ ആവേശം അലയടിച്ചു. ഓരോ പ്രാവശ്യവും ഒരു വിജയ് സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നത്. തമിഴ് കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു പ്രധാന കണ്ണിയാണെന്ന് വിജയ് സർ. വേറെ ലെവൽ വേറെ ലെവൽ மனுஷன் இப்படி ஆடுறான், இவன் என்ன ஜென்மம் அப்படிங்கிற மாதிரி. ജോലി മുടിഞ്ചേ. ബട്ട് ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ? ഇയാളെ പോലൊരു സാധാരണക്കാരന് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? உங்களுக்கு நான் அண்ணன் சார். உலகமெங்கும் உள்ள தமிழர்கள் அத்தனை பேருடைய நெஞ்சங்களிலும் தமிழர் அல்லாதவர்களுடைய உள்ளங்களிலும் தனி இடம் பிடித்து நிற்கும் ஒரு அற்புத கலை. அவங்களை பார்த்தா ஒரு அண்ணன் ஃபீலிங் வரும். ഒരു സംശയം വേണ്ട, അദ്ദേഹം യാതൊരു ജാടയും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യൻ. അതിനപ്പുറത്തൊന്നുമില്ല. நிறைய பேர் சொன்னீங்க என்னை வந்து பார்க்கறதுக்கு ஒரு பெரிய சான்ஸ் அப்படி இப்படின்னு சொன்னீங்க. நான் ரொம்ப சாதாரணமான ஒரு மனுஷன். யார் பெற்ற மகனோ நீ, யார் பெற்ற மகனோ இந்த ஊர் குலசாமி இவன். ജോമിൻ ജോസഫിനോട് അണ്ണൻ പറഞ്ഞൊരൊറ്റ കാര്യം പറഞ്ഞു, വേറെ ലെവലുണ്ട് നിങ്ങൾക്ക്. എന്ത് സാധനമാണ്, എന്തൊരു ജോമിൻ ജോസഫ്. അതുപോലെ കുറച്ച് ആളുകളേ ഉള്ളൂ, അവരുടെ ഈ വീഡിയോ കട്ട്സ്, എഡിറ്റ്സ്, മാഷപ്പ്, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫയർ. നമ്മൾ സിനിമയിലൊക്കെ വൻ സാധനം, നല്ല ഹൈ മൊമെന്റ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന രോമാഞ്ചനം ഉണ്ടാവും. ഇതിൽ തന്നെ അടി അടിക്കുന്ന സമയത്ത് ടുക് 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 ഇങ്ങനെ കട്ട് ഫാസ്റ്റായി കട്ട ചെയ്ത് പോണ സാധനങ്ങൾ. അതുപോലെ ആ കറങ്ങി വരുന്ന സമയത്ത് പല സീനിലെയും ആ കറങ്ങുന്ന സാധനങ്ങൾ ഇങ്ങനെ അത് കറക്റ്റ് ആണ്. എന്ത് ഫ്ലോ ആണ് അതിന്. അതുപോലെ ഈ വേറെ ലെവലിൽ കയറുമ്പോഴല്ലേ ആ ബ്ലാക്ക് ഇട്ട് മറ്റേ എതിരായിരുന്നു ബീസ്റ്റിന്റെ ആണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഇങ്ങനെ വേറെ ലെവലിൽ കയറുമ്പോൾ പിന്നെ അടുത്ത വരുന്നത് വേറെ ഇതിലാണ്, അതിന്റെ ബാക്കിയാണ് വരുന്നത്. അത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാലേ കീട്ടിലും കട്ട്സാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ അത് ഭയങ്കരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആൻഡ് വിജയിലേക്ക് വരുമ്പോൾ ബിക്കോസ് എനർജി നമ്മൾ പറഞ്ഞു പറ്റില്ല. എന്തൊരു എനർജിയാണ് ആ മനുഷ്യന്. ഈ എനർജിയും ഈ സ്വാഗും എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. വിജയ് കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ ഈ കുറ്റം പറയുന്ന ആളുകൾ പോലും തിയേറ്ററിൽ ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തിയേറ്ററിൽ എൻജോയ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് പുറത്തു വന്നിട്ട് കുറ്റം പറയും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എല്ലാ സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അദ്ദേഹത്തിന്റെ സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹത്തിന്റെ സിനിമകളുടെ സ്റ്റൈൽ, പറഞ്ഞ കഥയാണ്, പറഞ്ഞ സാധനമാണ്, ക്ലീശയാണ് എന്നൊക്കെ പറയെങ്കിലും അത് വിജയ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് ഭയങ്കര അയാളുടെ ഇൻട്രോ, അയാൾ പറഞ്ഞ ചില ഡയലോഗ്സ്, അയാളുടെ ചില ചിരി, അതേപോലെ ഹഹാ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഇപ്പൊ രജനീകാന്തിന്റെ ചില സാധനങ്ങളുണ്ട്, അത് ഇദ്ദേഹത്തിന്റെ ചില ചിരികള്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊരു തനിയൊരു യുണീക്കായിട്ടുള്ള സാധനമാണ്. അത് എത്ര സിനിമയിൽ വീണ്ടും 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 വന്നാലും നമ്മളത് എൻജോയ് ചെയ്തെന്നുള്ളതാണ്. നമുക്ക് സാധിക്കാറുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നുള്ളത്. അപ്പോൾ രായപ്പൻ ആ ക്യാരക്ടറൊക്കെ എന്ത് ജാതി ക്യാരക്ടറാണ്. മെർസൽ ആ സിനിമ, പിന്നെ തുപ്പാക്കി, കുറേ സിനിമകൾ എടുത്ത് പറയാനുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂസ് അത് നമ്മൾ എടുത്ത് നോക്കണം. ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ പോലെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നതെന്ന് പറഞ്ഞു. തമിഴ് സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റി മറിക്കാൻ സാധ്യതയുള്ള ഒരു നടൻ. ഇനിയിപ്പോൾ ജനനായകൻ വന്നു കഴിഞ്ഞാലും ഇനിയും ഒരുപാട് സിനിമകൾ വരും എന്ന രീതിയിലാണ്. മൊത്തത്തിൽ നിർത്തില്ല, ഈ സിനിമയിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് കേൾക്കുന്നത്. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഈ തമിഴ് പല മീഡിയയിലും പല യൂട്യൂബ് ചാനലടക്കം ആളുകൾ പറയുന്നുണ്ട് ഇനി ഇന്നയാളുടെ കൂടെ ഒരു സിനിമ വരുന്നു, ഇന്നയാളുടെ സിനിമ വരുന്നു, ലോകേഷ് തന്നെ വേറെ സിനിമ യൂസ് ചെയ്യാൻ പോകുന്നു, അമീർ ഖാന്റെ കൂടെ ഒരു സിനിമ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ ഇതൊന്നും ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഇല്ല. ഇപ്പൊ ജനനായകം എന്ന് പറയുന്നത് നിലവിൽ മറ്റു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാത്ത റൂമേഴ്സ് ഒഴിവാക്കി നിർത്തിയാൽ
ഒഫീഷ്യലി അവസാനമായിട്ട് വരാനിരിക്കുന്ന സിനിമ തന്നെയാണ് ജനനായകൻ. ഈ സിനിമയിൽ പലരും നെഗറ്റീവ് അടിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കണ്ട് ആ രീതിയിലുള്ള ഒരു സാധനമാകുമോ എന്ന് പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് അവസാന സിനിമയാണ്, പ്രേക്ഷകർക്ക് വേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വേണ്ട. ഈ ആരാധകർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിനിമ ലവേഴ്സിൽ 90% ആളുകളും അദ്ദേഹത്തിന്റെ ആരാധകരാണ്. എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് വിജയ് ആരാധകർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആരാധകരില്ലാത്ത ആളുകൾ വളരെ വിരളമാണ്. മറ്റുള്ള പല നടന്മാരെയും ഇഷ്ടപ്പെടുമ്പോഴും വിജയുടെ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് 90% ആളുകളും.